അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന വേദഭാഗം ലൂക്കോസിന്റെ സുവിശേഷമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 45-ഉം 46-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരമാണല്ലോ വായിക്കുന്നത്: കർത്താവ് തന്നോട് അരുളി ചെയ്തത് നിവർത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവൻ ഭാഗ്യവതി. അപ്പോൾ മറിയ പറഞ്ഞത്, എന്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു. ആമേൻ, സ്തോത്രം. നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടും എന്ന് നമ്മൾ വീക്ഷിക്കുകയാണെങ്കിൽ ഡിസംബർ മാസം, ജനുവരി മാസം ഒക്കെ ഉത്സവങ്ങളുടെ കാലഘട്ടമായിരുന്നു. എവിടെ നോക്കിയാലും ബൾബുകളും, ഡിസംബർ മാസമൊക്കെയാണ് സ്റ്റാറും, അങ്ങനെ ഉത്സവങ്ങളുടെ ഒരു കാലഘട്ടം കഴിഞ്ഞ അമ്പലങ്ങളിലാണ് തന്നെ പറയുന്നത്. ഇപ്പൊ അങ്ങനെ എല്ലാ മേഖലകളിലും ഉത്സവങ്ങളുടെ ഒരു കാലത്താണ് നാം കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇതിന്റെ മധ്യത്തില് ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു വിശ്വാസി എന്ന നിലയിൽ ഈ ഉത്സവം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ ഒരു സുവാർത്തയുടെ ആഘോഷമാക്കുവാൻ നമുക്ക് സാധിക്കണം. ഈ ആഘോഷം, അല്ലെങ്കിൽ ഈ ആഘോഷം നമുക്ക് നമ്മളിലൂടെ ഒരു സമൂഹത്തിന്റെ ഒരു ആഘോഷമാക്കുവാൻ നമുക്ക് സാധിക്കണം. ലോകത്തിന്റെ ഒരു ആഘോഷമാക്കുവാൻ സാധിക്കണം. അപ്പോഴാണ് യഥാർത്ഥമായി ക്രിസ്തുവിന്റെ ആഴമേറിയ ആ സ്നേഹത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നമുക്കറിയാം, പണ്ട് കാലങ്ങളിൽ രാജഭരണമായിരുന്നല്ലോ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നത്. നാട്ടുരാജാക്കന്മാരൊക്കെ അനവധി ഉണ്ടായിരുന്നു, രാജഭരണമായിരുന്നു. അതിനുശേഷമാണല്ലോ ജനാധിപത്യത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നത്. ഈ രാജഭരണകാലത്ത് നമുക്കറിയാം, ഒരു രാജകുമാരിയെ വിവാഹം കഴിച്ചു കൊടുക്കുന്നത് അതിശക്തന്മാരായ രാജകുമാരന്മാർക്കാണ് വിവാഹം കഴിച്ചു കൊടുക്കുന്നത്. അതിനുവേണ്ടി അവര് മത്സരങ്ങളൊക്കെ സംഘടിപ്പിക്കുമായിരുന്നു. അപ്പോൾ ഒരു രാജ്യത്ത് ഒരു രാജകുമാരിയെ വിവാഹത്തിന് വേണ്ടി രാജാവ് പ്രഖ്യാപനം കൊടുത്തപ്പോഴേ രണ്ട് രാജ്യത്തു നിന്നും രണ്ട് രാജകുമാരന്മാർ മത്സരത്തിന് മല്ലയുദ്ധത്തിന് വേണ്ടി കടന്നു വന്നു. അവർ യുദ്ധത്തിൽ ഏർപ്പെട്ടു. ഒരാൾ ജയിച്ചു, ഒരാൾ തോറ്റു. സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ സംഭവിക്കുന്നത്. ഒരാൾ ജയിച്ചു, ഒരാൾ തോറ്റു. അപ്പോൾ ജയിച്ച ആളുടെ വിവാഹ നിശ്ചയം ഒക്കെ നടത്തി ആ വിവാഹ നാളൊക്കെ രാജാവ് പ്രഖ്യാപിച്ചിട്ട് അപ്പോൾ ആഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആഘോഷത്തിന്റെ ഇടയ്ക്ക് ജയിച്ച രാജകുമാരൻ കുതിരപ്പുറത്ത് കയറിയിരുന്ന് ആഘോഷിക്കുമ്പോൾ ആ കുതിരപ്പുറത്ത് നിന്ന് താഴെ വീണ് കുതിരയുടെ ചവിട്ടേറ്റ് മരിച്ചു പോകുവാനിടയായി തീർന്നു. അപ്പോൾ ഡേറ്റ് ഒക്കെ നിശ്ചയിച്ചത് കൊണ്ട് മറ്റേ രാജകുമാരന്, തോറ്റുപോയ ആൾക്ക് രാജകുമാരിയെ വിവാഹം ചെയ്തു കൊടുക്കുവാൻ വേണ്ടി രാജാവ് തീരുമാനിക്കുകയും അവരുടെ വിവാഹം നടക്കുകയും ചെയ്തു. അപ്പോൾ ഈ തോറ്റുപോയ രാജകുമാരൻ ദൈവസന്നിധിയിൽ വന്നിട്ട് തന്റെ ദൈവത്തോട് ഇപ്രകാരം ചോദിച്ചു: ഞാൻ തോറ്റുപോയിട്ടും എനിക്ക് എങ്ങനെ രാജകുമാരിയെ വിവാഹം ചെയ്യുവാൻ സാധിച്ചു എന്ന് ദൈവത്തോടൊരു ചോദ്യം ചോദിച്ചു. അപ്പൊ ദൈവം ഇപ്രകാരം ഒരു മറുപടി പറഞ്ഞു: മരിച്ചുപോയ ആള് മല്ലയുദ്ധത്തിൽ ജയിക്കണമെന്നേ പ്രാർത്ഥിച്ചുള്ളൂ, എന്നാൽ നീ പ്രാർത്ഥിച്ചത് രാജകുമാരിയെ വിവാഹം കഴിക്കണമെന്നാണ് പ്രാർത്ഥിച്ചത്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ആഘോഷങ്ങളിലെ നമ്മുടെ ദൈവത്തോടുള്ള പ്രാർത്ഥന എപ്രകാരമാണെന്ന് ചിന്തിക്കുന്ന ഒരു കഥയാണ് ഞാൻ പറഞ്ഞത്. പലപ്പോഴും നാം പ്രാർത്ഥിക്കുമ്പോൾ വിശാലമായി പ്രാർത്ഥിക്കാറുണ്ട്, പല കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ പ്രാർത്ഥിക്കുന്നത് എപ്രകാരമാണെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കഥയാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വളരെ വ്യക്തമായി നമ്മൾ ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടി പേര് പറഞ്ഞ്, അല്ലൊരു വ്യക്തിക്ക് വേണ്ടി പറയുമ്പോൾ ആ വ്യക്തിയുടെ പേര് പറഞ്ഞ് അങ്ങനെ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയ്ക്കാണ് കൂടുതൽ ഫലം ലഭിക്കുന്നതെന്ന് ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ആഘോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നാം അതിമറന്നു പോകാതെ, ആഘോഷങ്ങളിൽ മതിമറന്നു പോകാതെ ദൈവസന്നിധിയിൽ കൂടുതൽ അടുക്കുവാൻ നമുക്ക് സാധിക്കണം. ഇവിടെ നാം വായിച്ചത് മറിയയുടെ ഉള്ളിൽ യേശു കർത്താവ് ജനിക്കുന്നതായ ആ സംഭവത്തിന്റെ തുടർച്ചയുള്ളതായ കാര്യങ്ങളാണ് നാം ഇവിടെ വായിച്ചത്. അതിന്റെ 26-ാം വാക്യം തൊട്ട് നാം വായിക്കുമ്പോൾ, നസ്രേത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദിന്റെ ഗൃഹത്തില് യോസേപ്പിന് വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന മറിയയോട് ഗബ്രിയേൽ ദൂതൻ പറയുകയാണ്: കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം എന്ന് പറയുകയാണ്. അപ്പോൾ മറിയയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. അതുകൊണ്ട് ദൂതൻ എന്ന് പറയുകയാണ്: കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം എന്ന്.
നാം നമ്മുടെ ജീവിതത്തിലേക്ക് നാം ഒന്ന് ആഴത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ദൈവ കൃപ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? ഒരിക്കലെങ്കിലും ഈ ദൈവത്തിന്റെ ശബ്ദം, കൃപ ലഭിച്ചവളെ അല്ലെ കൃപ ലഭിച്ചവനെ എന്നുള്ള ശബ്ദം നമുക്ക് കേൾക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ, ദൈവസന്നിധിയിൽ നാം മുട്ടുമടക്കുമ്പോൾ ഈ മന്ദസ്വരം നമുക്ക് കേൾക്കുവാൻ സാധിക്കണം. ദൈവത്തിന്റെ കൃപ അനുഭവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഇവിടെ മറിയടുത്ത് വന്ന് പറയുകയാണ്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. ഈ ദൈവകൃപയാണ് നമ്മുടെ ജീവിതത്തിൽ നാം പ്രാപ്തമാക്കേണ്ടത്. എന്നിട്ട് മുന്നോട്ട് ചിന്തിക്കുമ്പോഴ് അതിന് 39 വാക്യം തൊട്ട് നാം ചിന്തിക്കുമ്പോൾ, ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദ പട്ടണത്തിൽ ബന്ധപ്പെട്ട് സെക്രിയാവിന്റെ വീട്ടിൽ എത്തപ്പെട്ടു. എപ്പോഴാണ്? താൻ പ്രഗ്നന്റ് ആണ്, തന്റെ ഉള്ളിൽ ഒരു പ്രജ ഉരുവാകുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ മറിയ ബന്ധപ്പെട്ട് യഹൂദ പട്ടണത്തില് സെക്രിയാവിന്റെ വീട്ടിൽ എലിസബത്തിന്റെ വീട്ടിൽ ചെന്ന് എലിസബത്തിനെ വന്ദിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഈ മറിയ പോയതിന്റെ പിന്നില് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, മറിയ പുരുഷനെ അറിഞ്ഞിട്ടില്ല. പുരുഷനെ അറിയാത്ത മറിയ ഗർഭിണിയാണെന്ന് ആ നാട്ടിലെ അല്ലെങ്കിൽ അവിടെയുള്ളതായ സൊസൈറ്റി അറിയുമ്പോൾ തനിക്കുണ്ടാകുന്നതായ മാനസിക പ്രയാസവും വിഷമങ്ങളൊക്കെ പങ്കുവയ്ക്കുവാൻ വേണ്ടി എലിസബത്തിന്റെ അടുത്തു വന്നു എന്ന് വേണം നാം മനസ്സിലാക്കുവാൻ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികളും പ്രതികൂലങ്ങളൊക്കെ കടന്നു വരുമ്പോൾ നമുക്കും പങ്കുവയ്ക്കുവാൻ ഒരു ആത്മീയമായ ഒരു സുഹൃത്ത് ഉണ്ടായിരിക്കണമെന്ന് ഈ ഭാഗം നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രതികൂലങ്ങളും നമുക്ക് എല്ലാവരോടൊന്നും പങ്കുവയ്ക്കുവാൻ സാധിക്കത്തില്ല. എന്നാൽ വളരെ ക്ലോസ് ആയിട്ടുള്ള ആത്മീയമായി നമ്മളെ നടത്തുന്നവരോട് പങ്കുവയ്ക്കുവാൻ നമുക്ക് സാധിക്കണമെന്ന് ഈ ഭാഗം നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് മറിയ വന്നതിന്റെ പിന്നീട് ഒരു കാര്യമുണ്ട്. തന്റെ ഉള്ളിലുള്ളതായ സന്തോഷം കൊണ്ട് തന്റെ സന്തോഷം പങ്കുവയ്ക്കുവാൻ വേണ്ടിയാണ് മറിയ വന്നത് എന്ന് വേണം നാം ചിന്തിക്കുവാൻ. ഹല്ലേലൂയ. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായ സന്തോഷത്തെ ആ കുടുംബത്തിന്റെ ഒരു ആഘോഷമാക്കി തീർക്കുവാൻ മറിയയ്ക്ക് സാധിച്ചുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്തോഷങ്ങൾ നമ്മുടെ കുടുംബത്തിലെ ആഘോഷമാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കണം. വളരെ ബന്ധപ്പെട്ടാണ് മറിയ കടന്നു വന്ന ആ വിശേഷമൊക്കെ എലിസബത്തിനോട് പങ്കുവെക്കുന്നത് എന്നിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ആമേൻ. നമ്മുടെ സൗഹൃദ സംഗമങ്ങളെല്ലാം ഒരു ആത്മീയ അനുഭവങ്ങളുടെ വേദിയായി തീരുമ്പോഴാണ് സ്വർഗം സന്തോഷിക്കുന്നത് എന്ന് ഈ ഭാഗം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായ എല്ലാ കാര്യങ്ങളും നമ്മുടെ കുടുംബത്തിൽ സന്തോഷകരമായി തീരുവാൻ നമുക്ക് സാധിക്കണം. അപ്പോഴാണ് ദൈവിക പദ്ധതി നമ്മളിലൂടെ പൂർത്തീകരിക്കുന്നത് എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. പുറപ്പാട് പുസ്തകം നാം പഠിക്കുമ്പോൾ നമുക്കറിയാം, അവിടെ മോശയുടെ കാര്യം തന്നെ പഠിക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. മോശയെ കൊല്ലുവാൻ വേണ്ടി രാജാവ് അനേക കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ അവിടെ നിന്നൊക്കെ മോശ രക്ഷപ്പെട്ട് ഫറവോന്റെ പുത്രി എന്ന പേരിന് യോഗ്യതയുള്ളവനായി ജീവിക്കുന്ന കാര്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. നമുക്കറിയാം, മോശയുടെ സഹോദരി ഈ മോശയ്ക്ക് ഞാങ്ങണപ്പെട്ടതിന് എന്താണ് സംഭവിക്കുന്നത് എന്നറിയുവാൻ വേണ്ടി മാറി നിൽക്കുകയാണ്. അപ്പോഴാണ് ഫറവോന്റെ കൊട്ടാരത്തിൽ നിന്നും ഫറവോന്റെ പുത്രി അവിടെ കുളിക്കാൻ കടന്നു വരികയും ആ പെട്ടകം കാണുകയും അതിലൂടെ മോശയുടെ ഒരു വീണ്ടെടുപ്പ് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ആ പെൺകുട്ടി ഓടിച്ചെന്ന് മോശയോട് ആ രാജ്ഞിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇവന് മുല കുടിക്കുവാൻ ഞാനൊരു എബ്രായ സ്ത്രീയെ കൊണ്ടുവരട്ടെയോ എന്ന് ചോദിക്കുന്ന ചോദ്യമുണ്ട്. നീ കൊണ്ടുവരുവാൻ പറയുമ്പോൾ ആ പെൺകുട്ടി എന്തുമാത്രം സന്തോഷത്തോടു കൂടിയായിരിക്കും തന്റെ വീട്ടിലേക്ക് ഓടിപ്പോയത്. തന്റെ അമ്മയോട് എന്ത് സന്തോഷകരമായിട്ടായിരിക്കും പറഞ്ഞത്. ഈ ഒരു അനുഭവമാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നമ്മുടെ കുടുംബ ജീവിതത്തിലും സന്തോഷം കൊണ്ടുവരുവാൻ സാധ്യമായി തീരുമ്പോഴാണ് ദൈവീക പദ്ധതി പൂർത്തീകരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 9-ാം അധ്യായം അതിലെ 10-ാം വാക്യം മുതൽ നാം വായിക്കുമ്പോൾ, 9-ാം അധ്യായം അതിന്റെ
10-ാം വാക്യം വായിക്കുമ്പോൾ, എന്നാൽ അനനിയാസ് എന്നൊരു ശിഷ്യൻ ദമസ്കോസിൽ ഉണ്ടായിരുന്നു. അവനെ കർത്താവ് ഒരു ദർശനത്തിൽ അനനിയാസ് എന്ന് വിളിച്ചു. കർത്താവ് അടിയൻ ഇതാ എന്ന് അവൻ വിളി കേട്ടു. കർത്താവ് അവനോട്, നീ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ ചെന്ന് യൂദയുടെ വീട്ടിൽ തർസോസുകാരനായ ശൗൽ എന്ന പേരുള്ളവനെ അന്വേഷിക്കുക, അവൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുകയാണ്. ആമേൻ. നമുക്കറിയാം ശൗൽ ആരായിരുന്നു എന്ന് നമുക്കറിയാം. ദൈവജനത്തെ ഉപദ്രവിക്കാൻ വേണ്ടി മഹാപുരോഹിതന്മാരുടെ അധികാരപത്രം മേടിച്ചുകൊണ്ട് വന്ന ശൗലാണ് എന്ന് നമുക്ക് അറിയുവാൻ സാധിക്കുന്നുണ്ട്. ആ ശൗലിന്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുവാനാണ് ദൈവം അനനിയാസിനോട് പറയുന്നത്. അനനിയാസ് അന്നൊരു ദൗത്യം ഏറ്റെടുത്തത് കൊണ്ട് അവൻ 17-ാം വാക്യം വായിക്കുമ്പോൾ, അങ്ങനെ അനനിയാസ് ആ വീട്ടിൽ ചെന്ന് അവന്റെ മേൽ കൈവച്ച്, ശൗലേ സഹോദര, നീ കാഴ്ച പ്രാപിക്കുക, പരിശുദ്ധാത്മ പൂർണ്ണനാകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ആമേൻ, ശൗലിന്റെ കണ്ണിൽ നിന്നും ചെതുമ്പൽ പോലെ വീണു എന്ന് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ആ ശൗലിനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്ന് വന്നപ്പോൾ, അനനിയാസ് ഒരു മുഖാന്തരമായി തീർന്നപ്പോൾ ഒരു സമൂഹത്തിന്റെ ആഘോഷമായി തീരുവാൻ നമുക്ക് സാധിച്ചു. നമുക്കറിയാം പൗലോസ് അപ്പോസ്തലന്റെ ലേഖനങ്ങളൊക്കെ എന്ത് ആഴമേറിയ ലേഖനങ്ങളാണ്. ആമേൻ. പൗലോസ് അപ്പോസ്തലൻ ചെയ്തതായ മിഷണറി യാത്രകളും ദൈവിക പ്രവൃത്തികളും എന്ത് അർത്ഥവത്തതാണ്. ആമേൻ. അങ്ങനെ ഒരു അനനിയാസിലൂടെ ഒരു ശൗലിനെ കൊണ്ടുവരുവാൻ സാധിച്ചുവെങ്കിൽ, പ്രിയ ദൈവമക്കളെ, നാം ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ, നാം ആയിരിക്കുന്ന സഭയിൽ നാമും ഇതുപോലെ ഒരു അനനിയാസ് ആകുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അനേകര് ഇന്ന് കാഴ്ചയില്ലാതെ ആത്മീയമായി മുരടിച്ച് കിടക്കുന്ന അനേകർ നമ്മുടെ ചുറ്റുപാടുണ്ട്. അവർ ഇടയിലേക്ക് കടന്നു ചെല്ലുവാനും ഈ ദൈവവചനം പങ്കുവയ്ക്കുവാനും ആമേൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ ഒരു സമൂഹത്തിന്റെ ആഘോഷമാകുവാൻ നമുക്ക് സാധിക്കും. ആമേൻ. നമുക്കറിയാം പലരുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ, സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് അറിയുവാൻ സാധിച്ചിട്ടുണ്ട്. ആമേൻ. ഈ ലോകത്തിന്റെ ജീവിതത്തിലൂടെ പോയ അനേകരുണ്ട്, മദ്യപാനിയായി തീർന്ന അനേകരുണ്ട്. എന്നാൽ അവരൊക്കെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നപ്പോൾ ഈ സത്യവേദവസ്തു എടുത്തുകൊണ്ട് അവർ പറയുന്ന സാക്ഷ്യങ്ങളൊക്കെ നാം പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. ആമേൻ. അങ്ങനെ ഒരു അനനിയാസ് ആകുവാൻ നാം സാധിക്കുന്നുവെങ്കിൽ ഒരു സമൂഹത്തിന് സന്തോഷം കൊടുക്കുവാൻ സാധിക്കുന്നു എന്ന് ആ ഭാഗം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പോസ്തലരുടെ പുസ്തകം 16-ാം അധ്യായം 34-ാം വാക്യം വായിക്കുമ്പോൾ, 16-ാം അധ്യായം 34-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പ്രകാരമാണ് വായിക്കുന്നത്, പിന്നെ അവരെ വീട്ടിൽ കൈക്കൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുത്തു, ദൈവത്തിൽ വിശ്വസിച്ചവർ വീടടക്കം ആനന്ദിച്ചു എന്നവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. വീടടക്കം ആനന്ദിച്ചു. നമുക്കറിയാം പൗലോസും ശീലാസും കൂടെ ആമേൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു ചെല്ലുമ്പോൾ ഒരു സ്ത്രീയെ അവൻ ഇന്ന് പുകഴ്ത്തി പറയുമായിരുന്നു. അപ്പോൾ അവിടെയുള്ളതായ ഭൂതത്തെ, അവിടെയുള്ളതായ ദുരാത്മാവിനെ അവൻ പൗലോസും ശീലാസും ശാസിച്ച് പുറത്താക്കിയതാണ് ഇവിടെ പ്രശ്നങ്ങളുടെ തുടക്കമെന്ന് നമുക്ക് ആ ഭാഗം പഠിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. നമുക്കറിയാം പൗലോസിനെയും ശീലാസിനെയും പിടിച്ച് അടിച്ച് അവരെ തടവിലാക്കുന്ന സംഭവമാണ് അതിന് മുന്നോട്ടുള്ള ഭാഗം നമ്മളെ കാണുമ്പോൾ പഠിക്കുവാൻ സാധിക്കുന്നുണ്ട്. അവിടെ കാണുവാൻ സാധിക്കുന്നത് അവരെ ആമത്തിലിട്ട് പൂട്ടി. ആമേൻ. അവർ കാരാഗൃഹത്തിലാണ് പൗലോസും ശീലാസും. എന്നാൽ ആ കാരാഗൃഹത്തിലിരുന്നു കൊണ്ട് അവർ പാടി ആരാധിച്ചപ്പോൾ ആ ചങ്ങലകളൊക്കെ തന്നെ അടിഞ്ഞു പോയിട്ട് കാരാഗൃഹത്തിന്റെ വാതിൽ തുറന്നു പോയതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. കാരാഗൃഹ പ്രമാണി ചിന്തിച്ചു, അവർ രക്ഷപ്പെട്ടു, അവൻ ഇനി എന്ത് ചെയ്യുമെന്ന് തന്നെ കൊല്ലുവാൻ വേണ്ടി വാളെടുത്തപ്പോൾ പൗലോസ് പറയുന്നുണ്ട്, അങ്ങനെ ചെയ്യരുത്, അവരുടെ യജമാനന്മാരെ രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ ചെയ്യുന്നൊരു ചോദ്യമാണ്. അപ്പൊ പറയുന്നുണ്ട്, കർത്താവായ യേശുവിൽ വിശ്വസിക്കാം, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് അതിന്റെ 31-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ആ പൗലോസും ശീലാസും ആമേൻ ഹല്ലേലൂയ അവിടെ പാടി ആരാധിച്ച് മഹത്വപ്പെടുത്തിയപ്പോൾ ആമേൻ അവിടെ ഒരു കുടുംബത്തിലെ ആമേൻ മുഴുവൻ പേരും കർത്താവിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നു എന്നിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. പ്രിയ ദൈവമക്കളെ, ഈ സദ്വാർത്ത, യേശു കർത്താവ് ഈ ഭൂമിയിൽ ജനിച്ചു എന്നുള്ള സദ്വാർത്ത, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഓർത്തുകൊള്ളുവിൻ, അതാകുന്നു എന്റെ സുവിശേഷം എന്ന് പറഞ്ഞതായി ആ സുവിശേഷത്തിന്റെ സദ്വാർത്ത മറ്റുള്ളവരിലേക്ക് നാം എത്തപ്പെടുമ്പോൾ
അവരുടെ കുടുംബങ്ങളിൽ ആഘോഷമുണ്ടാകും, സമൂഹത്തിൽ ആഘോഷമുണ്ടാകും. ആമേൻ. വ്യക്തി ജീവിതങ്ങളിൽ ആഘോഷമുണ്ടാകുമെന്ന ഈ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നാം ആയിരിക്കുന്ന അവസ്ഥയിൽ ആമേൻ നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചുകൊണ്ട് ഈ ദൈവിക പദ്ധതിക്ക് വേണ്ടി ഏൽപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. അതിനായി ദൈവം നമ്മളെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ചെറിയ ചിന്തയിൽ നിന്ന് ഞാൻ ഇരിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.